നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണക്ക് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ബെൽജിയൻ ക്ലബ്ബായ ആൻഡ്രപ്പ് ആയിരുന്നു 2-നെതിരെ 3 ഗോളുകൾക്ക് FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയത്. ഈ തോൽവിയിൽ വലിയ വിമർശനങ്ങളാണ് ബാഴ്സക്കും അതുപോലെ തന്നെ പരിശീലകനായ സാവിക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നേരത്തെ തന്നെ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടാൻ FC ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രസക്തമായ ഒരു മത്സരമായിരുന്നു. എന്നാൽ യുവേഫയുടെ നിയമപ്രകാരം ഈ മത്സരത്തിൽ കൂടി വിജയിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ തുക FC ബാഴ്സലോണയ്ക്ക് ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ലാപോർട്ട എല്ലാ സൂപ്പർ താരങ്ങളെയും സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ പരിശീലകനായ സാവിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഡച്ച് സൂപ്പർ താരമായ ഫ്രങ്കി ഡിയോങ് ഇതിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. തനിക്ക് അസുഖമുണ്ട്, ടീമിനോടൊപ്പം ബെൽജിയത്തിലേക്ക് സഞ്ചരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഡിയോങ് പിൻവാങ്ങിയിരുന്നത്. എന്നാൽ മത്സരം പരാജയപ്പെട്ടതിന് പിന്നാലെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോ ഇക്കാര്യത്തിൽ രോഷാകുലനായിട്ടുണ്ട്. കളിക്കാതിരിക്കാൻ വേണ്ടി അസുഖം അഭിനയിച്ചു എന്നാണ് ഡെക്കോ ആരോപിച്ചത്. ഡിയോങ്ങിനോട് അദ്ദേഹം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് അസുഖം തെളിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. താരത്തിൻ്റെ കാര്യത്തിൽ ഡെക്കോ വളരെയധികം ദേഷ്യപ്പെട്ടിരുന്നു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ, സ്പോർട്ട് ഉൾപ്പെടെയുള്ള സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിനുശേഷം ഡിയോങ്ങിൻ്റെ ക്യാമ്പ് ഇതെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. മറിച്ച് ഡിയോങ്ങും ഡെക്കോയും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായ ഒരു സംഭാഷണം മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ബാഴ്സ ക്ലബിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ വ്യക്തമാവുന്നത്. പരിശീലകനായ സാവിയിൽ പലർക്കും വിശ്വാസം നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ പല മാധ്യമങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.